ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഞ്ചിച്ചതായി വനിതാ വ്യവസായിയുടെ പരാതി. തിരുവനന്തപുരം മൺവള വ്യവസായ എസ്റ്റേറ്റിൽ SBIയിൽ നിന്ന് ഭൂമി ലേലത്തിന് വാങ്ങിയ സിസോ കോസ്മെറ്റിക്സ് ആണ് ആരോപണവുമായി രംഗത്തെത്തിയത്. SBI പത്രപരസ്യം നൽകിയ ഭൂമിയും കൈമാറ്റം ചെയ്ത ഭൂമിയും രണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ച സിസോ കോസ്മെറ്റിക്സ് ഹൈക്കോടതിയെ സമീപിച്ചു. 2022 SBI മ്യൂസിയം ബ്രാഞ്ച് വസ്തുവിന്റെ ലേലവിൽപ്പന നോട്ടീസ് സംബന്ധിച്ച പത്രപരസ്യം നൽകിയത്. കഴക്കൂട്ടം മൺവിള വ്യവസായ എസ്റ്റേറ്റിലെ 466/27 സർവേ നമ്പറിൽ 46R അഥവാ 110 സെന്റ് വിൽപ്പനയ്ക്കെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പത്രപരസ്യം. 4,81 ലക്ഷം രൂപയ്ക്ക് സിസോ കോസ്മെറ്റിക്സ് ഉടമയും വനിതാ വ്യവസായിയുമായ ലിസി ഗിരീഷ് ഭൂമി വാങ്ങി. സെയിൽ ലെറ്ററുമായി രജിസ്ട്രേഷന് പോയപ്പോഴായിരുന്നു താൻ വഞ്ചിക്കപ്പെട്ടതായി മനസ്സിലായതെന്ന് ലിസി ഗിരീഷ് പറഞ്ഞു. ബാങ്ക് ഇപ്പോൾ എന്നെ നന്നായി ചതിച്ചു. എനിക്ക് സെയിൽ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ അതിനകത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു ചതി കൂടെ നടന്നു. എനിക്ക് സർവേ നമ്പർ മാറ്റിയാണ് രജിസ്റ്റർ ചെയ്ത് തന്നത്. അത് ഞാൻ അറിയുന്നത് രജിസ്റ്റർ ഓഫീസിൽ ചെല്ലുമ്പോൾ. എനിക്ക് ഈ സ്ഥലം കാണിച്ചു തരുമ്പോഴോ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോഴോ എൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങുമ്പോഴോ ഒരിക്കൽ പോലും അറ്റാച്ച്മെൻ്റ് ഉണ്ട് എന്ന വിവരം ബാങ്ക് എന്നോട് പറഞ്ഞിട്ടില്ല. ബാങ്ക് അതെന്നിൽ നിന്ന് മറച്ചു വെച്ചു. പക്ഷേ എനിക്ക് സെയിൽ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ അതിനകത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. നേരത്തെ മറ്റൊരു കമ്പനിയുടെ കൈവശമായിരുന്നു ഭൂമി. ഇവരിൽ നിന്നാണ് SBI ഭൂമി അറ്റാച്ച് ചെയ്തത്. വ്യവസായ എസ്റ്റേറ്റിൽ തന്നെ ഇവർക്കുണ്ടായിരുന്ന 20 സെന്റ് ഭൂമിയുടെയും 110 സെന്റ് ഭൂമിയുടെയും സർവേ നമ്പറുകൾ മാറിപ്പോയതാണ് പ്രശ്നത്തിന് കാരണം. SBI ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കാരണം ഉദ്ദേശിച്ച സംരംഭം തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സിസോ വ്യക്തമാക്കുന്നു. ഏകദേശം 2.5 വർഷത്തോളമായി ഞങ്ങൾ ഈ SBIയുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നാലെ നടക്കുകയാണ്. ശരിക്കും ഇവർ അന്നേ ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഞങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റായിരുന്നുവെങ്കിൽ, ഞങ്ങൾക്ക് തരാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നിരുന്നുവെങ്കിൽ ഏകദേശം ഒരു 100ഓളം ജീവനക്കാർ വരികയും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 100ഓളം കുടുംബക്കാരും ഇതുവഴി കുടുംബം രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പക്ഷെ ആ ഒരു ഇതാണ് ഈ SBI എന്ന വൻകിട ബാങ്ക് തട്ടിത്തെറിപ്പിച്ചത്. സംഭവത്തിൽ SBIക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിസോ. അതേസമയം നിയമപരമായി നേരിടാമെന്നാണ് SBIയുടെ വിശദീകരണം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.